അവസാനം യുദ്ധമായി. യുദ്ധത്തോട് യുദ്ധം. യുദ്ധമോ? അല്ല, അടി. അടിയോടടി, മുടിഞ്ഞടി. പുത്തരിക്കണ്ട മൈതാനത്തിൽ എന്റെ പൊന്നോ പൊരിഞ്ഞടി. അതാ ചത്ത പച്ചാസ്. കുറച്ച് പറയാനുണ്ട്. എന്നാലും 60 മിനിറ്റ്സ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ലേറ്റാണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. ഒരു അടിപടം ആയിട്ട് കാണാൻ പറ്റും. ബട്ട് ലോജിക്ക് നോക്കി നമ്മളിപ്പോൾ ബബ്ബ പറഞ്ഞ പോലെ തന്നെ ലോജിക്ക് നോക്കി പോകരുത്. ഒരു ഇതിലും പോവും. മറ്റേ നമുക്ക് റെസ്ലിംഗ് മാച്ച് ഇഷ്ടമുള്ളവർ കൺഫേം ആയിട്ട് പോയി കാണുക. അവർക്ക് ഇഷ്ടപ്പെടും. കാരണം ആ ഒരു ഫീൽ ഗുഡ് തരുന്നുണ്ട്. നമ്മൾ ജോൺ സീനിയെ മിസ് ചെയ്യുന്നു, അവിടെ കുഴപ്പമില്ല. പിന്നെ ലാസ്റ്റ് സസ്പെൻസ് അത് നമ്മൾ കുറേ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അത് അത്രയ്ക്ക് ഇമ്പാക്റ്റ് തരാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സലീം കുമാർ പറയുന്ന പോലെ, ഞാൻ ഫസ്റ്റ് ഇട്ട പോലെ തന്നെ അടി, എല്ലാ വിധത്തിലും അടി. നമ്മൾ ആ റോസ്ലിങ്ങിന് കണ്ട അതേപോലത്തെ അടി. സോ അതിലൊരു കഥ അവർ മെനഞ്ഞെടുത്തു. അത് കുഴപ്പമില്ലാതെ ഒത്തിട്ടുണ്ട്. ബട്ട് സ്റ്റോറി ബേസ് കൊള്ളൂല. ബട്ട് എൻജോയബിൾ. അടി ഇഷ്ടപ്പെടുന്നവർ കൺഫേം ആയിട്ട്. അല്ലാതെ ഞാൻ വളരെ അടി ഇഷ്ടപ്പെടുന്നതല്ല. എന്നാൽ കോമഡി സീരീസ് പോലുള്ളതാണ് എനിക്കിഷ്ടം. ബട്ട് ഓക്കെ എന്നുള്ള രീതിയാണ്. നിങ്ങൾക്ക് പോയി കാണാം. ഒരു ഫാമിലിയായിട്ട് പോയി ഒരു കുഴപ്പമില്ല. വാൾഗാരിറ്റിയോ അതൊന്നുമില്ല. നല്ല പടമാണ്. ബട്ട് അടിയാണ് മെയിൻ. അത് പ്രതീക്ഷിച്ച് പോവുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് 60ൽ ഞാൻ കൺഫേം ആയിട്ട് എടുക്കാം. എനിക്ക് കുറച്ച് പ്രശ്നം ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. സോ അതുകൊണ്ട് മാത്രമാണ്. ഇതിപ്പോൾ ഞാൻ 60ന് മുകളിൽ പോവും. ഒന്ന് സഹായിക്കുക. ഓക്കെ, ബൈ.